രാഷ്ട്രീയമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും എല്ലാവരെയും ഓൺ ബോർഡ് കൊണ്ടുവന്ന് കൺസെൻസസ് കൊണ്ടുവന്ന് അദാനിയെ കൊണ്ട് ഈ പ്രൊജക്ട് ഏറ്റെടുപ്പിച്ചത് യാഥാർത്ഥ്യമാക്കിയത് ഉമ്മൻചാണ്ടി എന്ന വിഷണറി ലീഡറായിരുന്നു, മുഖ്യമന്ത്രിയായിരുന്നു. എന്നിട്ട് ആ മുഖ്യമന്ത്രിയെ ഈ കേരളത്തെ ഈ കേരളമാക്കി മാറ്റുന്നതിൽ നിർണായകമായിട്ടുള്ള നിയാമകമായിട്ടുള്ള പങ്കുവഹിച്ച ആ മുൻ മുഖ്യമന്ത്രിയെ ഒന്ന് സ്മരിക്കാൻ പോലും മിസ്റ്റർ പിണറായി വിജയൻ നിങ്ങൾ തയ്യാറായില്ല എന്ന് പറയുമ്പോൾ നിങ്ങൾ കേരളത്തെ നോക്കി കൊഞ്ഞനം കുത്തുകയാണ് ചെയ്തത്. കേരളത്തിലെ ജനങ്ങളുടെ ഓർമ്മശക്തിയെ, മേധാശക്തിയെയാണ് നിങ്ങൾ കൊഞ്ഞനം കുത്തിയത്. പക്ഷെ ഒരു കാര്യം പറയട്ടെ, നിങ്ങൾ എത്ര തമസ്കരിക്കാൻ ശ്രമിച്ചാലും, നിങ്ങൾ എത്രമാത്രം ഇല്ലാതാക്കാൻ ശ്രമിച്ചാലും, വിഴിഞ്ഞമുള്ളിടത്തോളം കാലം, വിഴിഞ്ഞത്തെ കടൽ തീരത്തെ തിരമാലകൾ അടിക്കുന്നിടത്തോളം കാലം ഒരു കടലിരമ്പം പോലെ 4 കോടി മലയാളികളുടെ നെഞ്ചിനകത്ത് ഉമ്മൻചാണ്ടി എന്ന നാമമുണ്ടാകും എന്നുള്ള കാര്യത്തിൽ CPM-കാരാ നിങ്ങൾക്കൊരു സംശയവും വേണ്ട. ഞാൻ ഇന്നലെ ആ പരിപാടി കണ്ടപ്പോൾ മുഴുവൻ ശ്രദ്ധിച്ചത് വേറൊരു കാര്യമാണ്. എന്റെ പഴയ പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റ്, ഞങ്ങളൊക്കെ ഈ പെരിന്തൽമണ്ണ ബസ് സ്റ്റാൻഡിൽ ബസ് വരുമ്പോ എന്ത് ഈ ബസ് സ്റ്റാൻഡിലേക്ക് ഇങ്ങനെ കയറി വരുമ്പോ ആദ്യം തന്നെ ഒരു മുണ്ടെടുത്തിട്ട് ഇങ്ങനെ സീറ്റിക്ക് ഇടും, അല്ലേ? സീറ്റ് കിട്ടാൻ വേണ്ടിയിട്ട്. മൂപ്പരിപ്പോ മുണ്ടെടുക്കുന്നതിലും മുണ്ടഴിക്കുന്നതിലും ഒക്കെ ഫേമസ് ആയിട്ടുള്ള ആളാണല്ലോ. മൂപ്പര് ആദ്യം തന്നെ മുണ്ടഴിച്ചിട്ട് സ്റ്റേജിന് മുകളിൽ കസേരയിൽ കൊണ്ടുപോയിട്ടു 10 മണിക്ക് തുടങ്ങുന്ന പരിപാടിക്ക് 8 മണിക്ക് പോയിരുന്നിരിക്കുകയാണ്. എന്നിട്ട് ഒറ്റയ്ക്ക് ഇരുന്നിട്ട് മുദ്രാവാക്യം വിളിക്കുകയാണ്. ഞാൻ എന്റെ പഴയ ബി ജെ പി സുഹൃത്തുക്കളോട് ചോദിക്കുകയാണ്, നല്ല ചങ്ങായിമാരെ, പൊട്ടന്മാരെ പിടിച്ചിട്ട് BJP സംസ്ഥാന പ്രസിഡന്റ് ആക്കുകയാണോ, അതോ സംസ്ഥാന പ്രസിഡന്റ് ആയതിനു ശേഷം പൊട്ടന്മാരാവണോ പതിവ്? എന്താണ് BJP-യിൽ സംഭവിക്കുന്നത്? ഒറ്റയ്ക്കിരുന്നിട്ട് മുദ്രാവാക്യം വിളിക്കുന്നു അറ്റത്ത്. വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല, അത്യാവശ്യം നല്ലോണം കച്ചവടം ചെയ്ത് പോവായിരുന്നു. എന്താ പറ്റിയത്? വല്ല പ്രശ്നമുണ്ടെങ്കിൽ വൈകാതെ ചികിത്സിപ്പിക്കാൻ നോക്കണം. BJP-ക്കാർ ഒരാവശ്യമില്ലാതെ BJP-ക്കാരെ വിളിച്ചിരുത്തിയിരിക്കുകയാണ് സ്റ്റേജിന് മുകളിലേക്ക്. ആര് വിളിച്ചിരുത്തി? പിണറായി വിജയൻ വിളിച്ചിരുത്തി. എന്തുകൊണ്ട് വിളിച്ചിരുത്തി? പ്രധാനമന്ത്രിയെ ഉദ്ഘാടനത്തിന് വിളിച്ചതുകൊണ്ട് വിളിച്ചിരുത്തി. പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യണമെന്ന് എന്തെങ്കിലും നിർബന്ധം ഉണ്ടായിരുന്നു? മുഖ്യമന്ത്രിക്ക് ഉദ്ഘാടനം ചെയ്യാമായിരുന്നില്ലേ? അപ്പൊ പ്രതിപക്ഷ നേതാവിനെ വിളിക്കേണ്ടി വരും. ഈ സംസ്ഥാനത്തെ പ്രതിപക്ഷ നേതാവിനെ വിളിച്ചാൽ അദ്ദേഹത്തിന് സംസാരിക്കാൻ അവസരം കൊടുക്കേണ്ടി വരും. ബഹുമാനപ്പെട്ട VD സതീശൻ സംസാരിച്ചാൽ അദ്ദേഹം ഉമ്മൻചാണ്ടിയുടെ ഓർമ്മകളെ കുറിച്ച് അവിടെ പറയും. അത് തടയാൻ വേണ്ടി നിങ്ങൾ ആരെ വിളിച്ചു? പ്രധാനമന്ത്രിയെ വിളിച്ചു. പ്രധാനമന്ത്രിയെ വിളിച്ചപ്പോ BJP സംസ്ഥാന പ്രസിഡന്റ് അവിടെ, പണ്ട് കുമ്മനടിയായിരുന്നെങ്കിൽ ഇപ്പോ രാജനടി എന്നാണ് പറയുന്നത്, അല്ലേ? ഇപ്പൊ മൂപ്പരെ വിളിച്ച് കയറ്റിയിരുത്തേണ്ടി വന്നു. സർക്കാരിന്റെ 4ാം വാർഷിക എന്നാ പറയുന്നത്. CPM സർക്കാരിന്റെ, ഇടതുപക്ഷ സർക്കാരിന്റെ 4ാം വാർഷികം ആഘോഷിക്കാൻ വേണ്ടി നടത്തിയ പരിപാടിയാന്നാ പറയുന്നത്. ഞാൻ ചോദിക്കട്ടെ, CPM സർക്കാരിന്റെ 4ാം വാർഷികത്തിന് സദ്യ വിളമ്പലാണോ BJP സംസ്ഥാന പ്രസിഡന്റിന്റെ പണി? BJP-ക്കാരന് വല്ല ഉളുപ്പൊക്കെ വേണ്ടേ? ഉളുപ്പ് ഉണ്ടാവണമെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ മിനിമം ഉളുപ്പുള്ളവർ കുളിച്ച കുളത്തിലിറങ്ങി ഒന്ന് മുങ്ങുകയെങ്കിലും വേണമെന്നാണ് എനിക്ക് BJP-ക്കാരോട് പറയാനുള്ളത്. നിങ്ങൾ ഈ കേരളത്തിൽ CPM BJP അന്തർധാര അത് ഇന്നലെയും തുടങ്ങിയതല്ല, ഒരുപാട് കാലമായി. 2021 തെരഞ്ഞെടുപ്പിന്റെ കാലത്തൊക്കെ ഈ പരിപാടിയുണ്ട്. തൃത്താലയിൽ ഞാൻ പറയാൻ 3500 വോട്ടാണ് മറച്ചു കൊടുത്തത്. അതിന്റെ കായ് വാങ്ങി കീശയിലിട്ടവരൊക്കെ തൃത്താലയിൽ തന്നെ ഇരിക്കുന്നുണ്ട്, പാലക്കാട് ഇരിക്കുന്നുണ്ട്. നമ്മുടെ പാൽ സൊസൈറ്റി മുതൽ പാർലമെന്റ് വരെ മത്സരിക്കുന്നവനൊക്കെ കാശ് വാങ്ങിയിട്ടുണ്ട് VT ബൽറാമിനെ തോൽപ്പിക്കാൻ വേണ്ടി. ഇനി എനിക്ക് പറയാലോ, ഇപ്പോ കേരളത്തിൽ മന്ത്രിസ്ഥാനത്തിരിക്കുന്ന വ്യക്തി വിജയിച്ചു വന്നിട്ടുള്ളത് ഗണവേഷധാരികളായിട്ടുള്ള RSS-കാർ പോളിംഗ് ബൂത്തിൽ പോയി വോട്ട് ചെയ്തത് കൊണ്ടാണ് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. അതുകൊണ്ട് ബൽറാമിന്റെ തോൽവി ഒരു തോൽവിയേ അല്ല, ആ തോൽവിയിൽ ഒരു അന്തസ്സുണ്ട് എന്നാണ് എനിക്ക് പറയാനുള്ളത്. അല്ലാതെ RSS-കാരന്റെ വോട്ട് എരന്ന് വാങ്ങിയിട്ടല്ല ബൽറാം ഇവിടെ ജയിക്കാൻ ശ്രമിച്ചത്. അവിടെ അങ്ങനെ വോട്ട് എരന്ന് വാങ്ങിയ ആളാണ് ഇവിടുന്ന് ജയിച്ചു പോയത്. ഇവിടെ മാത്രമല്ല, ഒരുപാട് മണ്ഡലങ്ങളിൽ കഴിഞ്ഞ തവണ കച്ചവടമായിരുന്നല്ലോ. എങ്ങനെയെങ്കിലും UDF അധികാരത്തിൽ വരുന്നത് തടയണം, കോൺഗ്രസ് അധികാരത്തിൽ വരുന്നത് തടയണം. ഇവിടെ പിണറായി വിജയൻ 3ാമത് വന്നാൽ പോലും കുഴപ്പമില്ല. ഞാന് കോൺഗ്രസിൽ ചേർന്നപ്പോ ഒരുപാട് സംഘികൾ എന്നോട് പറഞ്ഞത്,
ഫോൺ വിളിച്ചിട്ടും അല്ലാതെയും മെസ്സേജിലൊക്കെ പറഞ്ഞത് നിങ്ങൾ CPM-ൽ ചേർന്നിരുന്നെങ്കിൽ ഞങ്ങൾക്ക് ഇത്ര വിഷമം ഉണ്ടാവുമായിരുന്നില്ല, നിങ്ങൾ CPM-ൽ ചേർന്നിരുന്നെങ്കിൽ ഞങ്ങൾക്ക് ഇത്ര സങ്കടം ഉണ്ടാവില്ലായിരുന്നു. അപ്പൊ ഞാൻ ചോദിച്ചു, ഒരു ചേഞ്ചൊക്കെ വേണ്ടേ? ഒരു ചേഞ്ച് വേണ്ടേ? ഞാനിപ്പോ BJP-ന്ന് CPM-ൽ പോയാൽ എന്ത് ചേഞ്ചാണുള്ളത്? രണ്ടും ഒരുപോലെയല്ലേ? മനുഷ്യൻ 10-20 വർഷക്കാലം ഒരു സ്ഥലത്തിങ്ങനെ നിൽക്കുമ്പോ നമ്മളൊരു ചേഞ്ച് ആഗ്രഹിക്കൂലേ? ഞാൻ അന്ന് പറഞ്ഞു, ഞാൻ 20 വർഷം ഒരു ജീവപര്യന്തം അനുഭവിച്ചിട്ട് തൃശ്ശൂർ സെൻട്രൽ ജയിലിൽ കിടക്കുക. ഞാൻ നാളെ മുതൽ എനിക്ക് കണ്ണൂർ ജയിലിലേക്ക് മാറ്റം വേണമെന്നല്ല ആവശ്യപ്പെട്ടത്, എനിക്ക് പരോള് വേണം, എനിക്ക് എന്നെ പുറത്തിറക്കി വിടണം എന്നാണ് ആഗ്രഹിച്ചത്. ഞാൻ എന്തിനാണ് ഒരേപോലെ ഒരേ അച്ചിരിട്ട വാർത്ത മറ്റൊരു പാർട്ടിയിലേക്ക് പോകുന്നത്? നിങ്ങൾ കാണുന്നില്ലേ കേരളത്തിൽ BJP പോലും പറയാൻ മടിക്കുന്ന വർഗീയത, കേരളത്തിൽ ഇങ്ങനെ വിഷം വമിപ്പിക്കുന്ന വർഗീയത കേരളത്തിൽ പ്രസംഗിച്ചുകൊണ്ട് നടക്കുന്നത് ആരാ? ഈ മലപ്പുറം ജില്ലയിലും കോഴിക്കോട് ജില്ലയിലും ഒക്കെ ഉള്ള ആളുകൾ രാവിലെ വ്യായാമം ചെയ്യാൻ പോകുന്ന സമയത്ത് ആ വ്യായാമം ചെയ്യുന്ന ആളുകളുടെ എണ്ണത്തിൽ മുസ്ലിങ്ങളുടെ എണ്ണം കൂടുതലുണ്ട് എന്നുള്ള കാരണം കൊണ്ട് ആ വ്യായാമ മുറ മുഴുവൻ തീവ്രവാദ പരിശീലന ക്യാമ്പെന്ന് പറഞ്ഞതാരാ? യോഗി ആദിത്യനാഥ് അല്ല, ഏതെങ്കിലും വിശ്വ ഹിന്ദു പരിഷത്തുകാരനല്ല, ഏതെങ്കിലും ബജരംഗ് ദളകാരനല്ല, CPIM-ന്റെ കോഴിക്കോട് ജില്ലാ സെക്രട്ടറി ആയിരുന്നു എന്നുള്ള കാര്യം നിങ്ങൾ മറക്കരുത്. ഞാൻ ചോദിക്കട്ടെ, മലപ്പുറം ജില്ലയിലും കോഴിക്കോട് ജില്ലയിലും സ്വാഭാവികമായിട്ടും ഡെമോഗ്രാഫി നോക്കുമ്പോ, പോപ്പുലേഷൻ വൈസ് നോക്കുമ്പോ മുസ്ലിം സമുദായത്തിന്റെ എണ്ണം കുറച്ച് കൂടുതലുണ്ട്. അവിടെ ഹോട്ടലിൽ കയറി കഴിഞ്ഞാൽ ഭക്ഷണം കഴിക്കുന്നവരുടെ എണ്ണത്തിൽ കുറച്ച് പേര് മുസ്ലിങ്ങൾ കൂടുതലുണ്ടാവും, സ്വാഭാവികമാണ്. റേഷൻ കടയിൽ ക്യൂ നിൽക്കുന്നവരുടെ എണ്ണം നോക്കിക്കഴിഞ്ഞാൽ അവിടെ തട്ടിട്ട താത്താരുടെ എണ്ണം കുറച്ച് കൂടുതലുണ്ടാവും, കുറച്ച് കാക്കാമാരുടെ എണ്ണം കൂടുതലുണ്ടാവും. അതിൽ എന്താ പ്രശ്നമുള്ളത്? സ്വാഭാവികമല്ല. എന്ന് കരുതിയിട്ട് റേഷൻ കട തീവ്രവാദ കേന്ദ്രം എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് സർജിക്കൽ സ്ട്രൈക്ക് നടത്താൻ പറ്റും? എന്ത് തോന്നിവാസാണിത്? വയനാട്ടിൽ പ്രിയങ്ക ഗാന്ധി 4 ലക്ഷത്തിൽ ചിലാനും ഭൂരിപക്ഷത്തിന് ജയിച്ചപ്പോ മതതീവ്രവാദികളുടെ വോട്ട് കൊണ്ടാണെന്ന് വിജയിച്ചതെന്ന് പറഞ്ഞത് ആരാ? അമിത്ഷാ അല്ല പറഞ്ഞത്, നരേന്ദ്രമോദി അല്ല പറഞ്ഞത്, കർണാടകയിൽ നിന്നുള്ള BJP-യുടെ ഏതെങ്കിലും തീവ്ര നിലപാടുകളുള്ള ഒരു നേതാവുമല്ല പറഞ്ഞത്. മറിച്ച് വർഗീയ രാഘവനാണ് പറയുന്നത്, വിജയരാഘവനാ പറയുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. അപ്പോ BJP പറയുന്നതിനേക്കാൾ കൊടിയ വർഗീയത കേരളത്തിൽ CPM പറയുന്നു. ഞാൻ സഖാക്കളോടൊരു കാര്യം പറയാം, നിങ്ങൾ BJP-യുടെ മാർക്കറ്റിംഗ് ഐഡിയ കേരളത്തിൽ പ്രയോഗിച്ചാൽ നിങ്ങൾ തന്നെ അതിന്റെ ദുരന്ത ഫലം അനുഭവിക്കേണ്ടി വരും. നിങ്ങൾ കണ്ടല്ലോ, കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പല ലോക്സഭാ മണ്ഡലങ്ങളിലും നിങ്ങൾ BJP-ക്ക് പുറകിൽ പോയി. തെക്കൻ കേരളത്തിലെ പല സ്ഥലങ്ങളിലും. ഈ അടുത്ത് ഇന്ത്യ ടുഡേയുടെ ഒരു സർവേ വന്നു. ആ സർവേയിൽ പറയുന്നത് ഇപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടത്തിയാൽ 100 മുതൽ 120 വരെ സീറ്റ് നേടിക്കൊണ്ട് UDF അധികാരത്തിൽ വരുമെന്നാണ് പറയുന്നത്. കേരളത്തിൽ UDF അധികാരത്തിൽ വരുന്ന സമയത്ത് ആ സർവേ കണ്ടെത്തിയിട്ടുള്ള മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം 24% വോട്ടിലേക്ക് കേരളത്തിൽ BJP വരും എന്നാണ്. CPM-ഉം BJP-യും തമ്മിലുള്ള വോട്ടിംഗ് ശതമാനം 2-3% കുറയാൻ പോവുകയാണ്. CPM-ഉം BJP-യും തമ്മിലുള്ള വിടവ് വല്ലാതെ കുറയാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്നു എന്നാണ് ഇന്ത്യ ടുഡേയുടെ സർവേ പറയുന്നത്. UDF അധികാരത്തിൽ വരും, മൃഗീയമായ ഭൂരിപക്ഷത്തോടുകൂടി UDF സർക്കാർ അധികാരത്തിൽ വരുമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. പക്ഷേ ഞങ്ങളെ ആശങ്കപ്പെടുത്തുന്നത് CPM ഇങ്ങനെ പുറകോട്ട് പോകുന്നതാണ്. CPM BJP-ക്കൊപ്പമായി പോകുന്നതാണ്. ഞാൻ അതുകൊണ്ടാണ് കൃത്യമായി പറയുന്നത്. CPM ഇങ്ങനെ പുറകോട്ട് പോകാൻ കാരണം BJP-യുടെ പൊളിറ്റിക്സ് നിങ്ങളുടെ വായിലൂടെ പുറത്തു വരുന്നത് കൊണ്ടാണ്. ഇവിടെ കൂറ്റനാട് അങ്ങാടിയിൽ ചിക്കൻ ബിരിയാണി വിതരണം ചെയ്യുന്ന 2 ഹോട്ടലുണ്ടെന്ന് കരുതുക. അതിൽ ഒരു ഹോട്ടലിൽ ചിക്കൻ ബിരിയാണി 2 പീസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പുറത്തെ ഹോട്ടലിൽ 2 പീസിനൊപ്പം ഒരു പുഴുങ്ങിയ കോഴിമുട്ട കൂടി വെച്ച് കൊടുക്കുന്നത്. ആൾക്കാർ ഏത് ബിരിയാണി കഴിക്കും? പുഴുങ്ങിയ കോഴിമുട്ട കൂടിയുള്ള ബിരിയാണി കഴിക്കും. അതാണ് BJP. നിങ്ങൾ 2 പേരും ചിക്കൻ ബിരിയാണി തന്നെ വിറ്റുകൊണ്ടിരുന്നാൽ കൂടുതൽ നല്ല ബിരിയാണി കൊടുക്കുന്ന ഹോട്ടലിലേക്ക് ആള് പോവും. അതുകൊണ്ട് CPM-കാരാ, നിങ്ങൾക്ക് പറ്റാത്ത പണി നിങ്ങൾ എടുക്കരുത്. ഈ കേരളം എന്ന് പറയുന്ന ബഹുസ്വര സമൂഹത്തിൽ, കേരളം എന്ന് പറയുന്ന മതേതര സമൂഹത്തിൽ ഭിന്നിപ്പുണ്ടാക്കുന്ന BJP-യുടെ വർഗീയ നിലപാട് നിങ്ങൾ ആവർത്തിച്ചാൽ അതിന് വലിയ വില കേരളം കൊടുക്കേണ്ടി വരുമെന്ന് ഞങ്ങൾക്കറിയാം. അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത്, നിങ്ങൾ തകരരുത്. നിങ്ങളും വേണം. ജനാധിപത്യല്ലേ?
നിങ്ങൾ വേണ്ടാന്നുണ്ടെങ്കിൽ അത് 47 ആഗസ്റ്റ് 15-ാം തീയതി നെഹ്റുവിന് തീരുമാനിക്കായിരുന്നു അല്ലേ? ഞങ്ങൾ മാത്രം മതിയെന്ന്. നെഹ്റു അത് തീരുമാനിച്ചില്ലല്ലോ. 1947 ആഗസ്റ്റ് 15-ാം തീയതി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനും ജവഹർലാൽ നെഹ്റുവിനും വളരെ സുഖകരമായി തീരുമാനിക്കാമായിരുന്നു, ഇന്ത്യ എന്ന് പറയുന്നത് ഏകകക്ഷി സമ്പ്രദായത്തിൽ ഭരിക്കപ്പെടാൻ പോകുന്നു, ഞങ്ങൾ മാത്രം മതി എന്ന് തീരുമാനിക്കായിരുന്നു. അങ്ങനെയാണോ തീരുമാനിച്ച്? അല്ല. ഈ നാട്ടിലെ ഓരോ ജനങ്ങൾക്കും ശബ്ദമുണ്ടാകണം എന്ന് നെഹ്റു തീരുമാനിച്ചു. ഓരോ മനുഷ്യന്റെയും, ഓരോ ദുർബലന്റെയും, ഓരോ പതിതന്റെയും, ഓരോ അപരവൽക്കരിക്കപ്പെട്ടവന്റെയും, ഓരോ പാവപ്പെട്ടവന്റെയും, ഓരോ ദളിതന്റെയും, ഓരോ സ്ത്രീയുടെയും, ഓരോ കൊച്ചു കുഞ്ഞിന്റെയും ശബ്ദം വരെ ഈ രാജ്യത്ത് മുഴങ്ങി കേൾക്കണമെന്ന് ജവഹർലാൽ നെഹ്റു എന്ന് പറയുന്ന വിശാല മതേതരവാദി തീരുമാനിച്ചുറപ്പിച്ചതിന്റെ ഫലമാണ് ഈ നാട്ടിൽ CPM-ഉം BJP-യും ഒക്കെ പ്രവർത്തിക്കുന്നത്. എല്ലാവർക്കും പ്രവർത്തിക്കാൻ സ്പേസ് ഉള്ളത്. ആ ജനാധിപത്യത്തിന്റെ വേദിയിലാണ് ഞാനും നിങ്ങളുമൊക്കെ രാഷ്ട്രീയം പറയുന്നത് വൈകുന്നേരം. പ്രിയപ്പെട്ടവരെ, ഞാൻ ചോദിക്കട്ടെ, 1947 ആഗസ്റ്റ് മാസം 15-ാം തീയതി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് പകരം RSS-ഓ CPM-ഓ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോ ആയിരുന്നു ഇന്ത്യയിൽ അധികാരത്തിൽ വന്നിരുന്നെങ്കിൽ എനിക്കോ നിങ്ങൾക്കോ ഇതുപോലെ ഒരു ജനാധിപത്യ വേദിയിൽ ഈ വൈകുന്നേരങ്ങളിൽ ഇവിടെ ഇരുന്ന് രാഷ്ട്രീയം പറയാൻ സാധിക്കുമായിരുന്നോ? ഞാൻ ചോദിക്കുക, ഏതെങ്കിലും BJP-കാരനെങ്കിൽ വന്ന് പറയണം, സാധിക്കുമായിരുന്നോ? RSS-ന്റെ കയ്യിലായിരുന്നു അധികാരം വന്നിരുന്നെങ്കിൽ ഇതൊരു ഹിന്ദു രാഷ്ട്രമായി മാറുമായിരുന്നു, ഇതൊരു മതരാഷ്ട്രമായി മാറുമായിരുന്നു. പാകിസ്ഥാനെ പോലെ, അഫ്ഗാനിസ്ഥാനെ പോലെ, ഇറാനെ പോലെ ഇതൊരു മതരാഷ്ട്രമായി മാറുമായിരുന്നു. ന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങൾ ധ്വംസിക്കപ്പെടുമായിരുന്നു, സ്ത്രീകളുടെ അവകാശങ്ങൾ ധ്വംസിക്കപ്പെടുമായിരുന്നു. മറ്റു രാഷ്ട്രീയ പാർട്ടികൾക്ക് പ്രവർത്തിക്കാൻ സ്വാതന്ത്ര്യമുണ്ടായില്ലായിരുന്നു. നിങ്ങൾക്ക് ഭരണാധികാരിയെ വിമർശിക്കാനുള്ള സ്വാതന്ത്ര്യം ലഭിക്കുമായിരുന്നില്ല. ഇവിടെ ഗോത്രകാലത്തെ നിയമസംഹിതകൾ ഇവിടെ നടപ്പിലാകുമായിരുന്നു. ഇവിടുത്തെ പട്ടികജാതിക്കാരനും പിന്നോക്കക്കാരനും ദളിതനുമൊക്കെ ഏറ്റവും മൃഗീയമായ അവസ്ഥയിൽ ജീവിക്കേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടാകുമായിരുന്നു. മറിച്ച് കമ്മ്യൂണിസ്റ്റുകാരനായിരുന്നു അധികാരം കിട്ടിയിരുന്നെങ്കിലോ ഈ നാട്ടിൽ അപ്പോഴും സംഭവിക്കുന്നത് ഇതൊക്കെ തന്നെയായിരിക്കും. ഏകകക്ഷി ഭരണം, ജനാധിപത്യ അവകാശമില്ല, തിരുവായ്ക്ക് എതിർവായില്ല അല്ലേ? ഉത്തര കൊറിയയിലെ കാണുന്നില്ലേ കിം ജോങ് ഉൻ എന്നൊക്കെ പറയുന്ന നേതാക്കന്മാരുണ്ട്. കിം ജോങ് ഉൻ മൂപ്പര് മുടിവെട്ടുന്ന അതേ ശൈലിയിൽ അവിടുത്തെ പൗരന്മാര് മുഴുവൻ മുടിവെട്ടം എന്നാ പറയുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കും, VT ബൽറാമിന് പിണറായി വിജയന്റെ സ്റ്റൈലിൽ മുടിവെട്ടേണ്ടി വരേണ്ട ഒരു അവസ്ഥ ആലോചിച്ച് നോക്കും. CPM അധികാരത്തിൽ വന്നെങ്കിൽ എന്ത് സുന്ദരക്കുട്ടനാണ്. ഈ നാട്ടിലെ ചെറുപ്പക്കാരെ മുഴുവൻ പിണറായി വിജയന്റെ സ്റ്റൈലിൽ മുടിവെട്ടം എന്ന് പറഞ്ഞാൽ നടക്കണ കാര്യമാണോ? അതാണ്, അതുപോലെയുള്ള പിരാന്താണ് യുവന്മാർക്ക്. കമ്മ്യൂണിസ്റ്റുകാർ എവിടെയൊക്കെ അധികാരത്തിൽ വന്നിട്ടുണ്ടോ അവിടെ മുഴുവൻ ജനങ്ങളുടെ എല്ലാ ജനാധിപത്യ അവകാശങ്ങളെയും ധ്വംസിച്ചിട്ടുണ്ട്, ജീവിക്കാനുള്ള അവകാശത്തെ ധ്വംസിച്ചിട്ടുണ്ട്. അവിടെ നിന്ന് ജനങ്ങൾ ഭയന്ന് മറ്റ് രാജ്യങ്ങളിലേക്ക് ഒളിച്ചോടുകയാണ്. ഉത്തര കൊറിയയിൽ നിന്ന്, ക്യൂബയിൽ നിന്ന്. ഇവർ ഈ പറയുന്ന പോലെ ഒന്നുമല്ല. ക്യൂബയിലൊന്നും ഒരു പിണ്ണാക്കൂല്ല. ക്യൂബയിൽ നിന്ന് എന്താ കോവിഡിന്റെ സമയത്ത് പറഞ്ഞ എന്തോ അത്ഭുത മരുന്ന് കൊണ്ടുവരുന്നൊക്കെ പറഞ്ഞിരുന്നില്ല, ഇതുവരെ ഇങ്ങോട്ട് എത്തിയിട്ടില്ല. എത്തിയിട്ടുണ്ടോ? എന്തൊക്കെ വീരവാദങ്ങളാ പറഞ്ഞിരുന്നത്. കമ്മ്യൂണിസ്റ്റുകാർ ഭരിച്ചിരുന്ന ലോകത്ത് ഒരു രാഷ്ട്രവും നന്നായ ചരിത്രമില്ല. ഇടതുപക്ഷ ബ്ലോക്കുള്ള സകല രാഷ്ട്രങ്ങളും ദാരിദ്ര്യത്തിന്റെ പടുകുഴിയിലാണ്. ജനങ്ങൾക്ക് സ്വാതന്ത്ര്യമില്ല, ഇന്റർനെറ്റില്ല, ഇൻസ്റ്റാഗ്രാമില്ല, വാട്സപ്പില്ല, ഓർക്കുട്ടില്ല, ഫേസ്ബുക്കില്ല. എങ്ങനെ ജീവിക്കാനാണ് നാട്ടിലെ മക്കളൊക്കെ? നിങ്ങൾക്ക് സമ്മതിക്കാൻ പറ്റുമോ? ഈ DYFI-കാരനും SFI-കാരനൊക്കെ പറയുന്ന മതേതരത്വവും സോഷ്യലിസവും ജനാധിപത്യമൊക്കെ അവരുടെ കൊടിയിൽ മാത്രമേ ഉള്ളൂ. അവരെങ്ങാനും അധികാരത്തിൽ വന്നിരുന്നെങ്കിൽ പൊന്നാര മക്കളെ, നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാമും ഉണ്ടാവുമായിരുന്നില്ല, റീൽസും ഉണ്ടാവില്ലായിരുന്നു. അത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് വന്നതുകൊണ്ടാണ് ഈ രാജ്യത്ത് ഇതിനൊക്കെ സ്വാതന്ത്ര്യം ഉണ്ടായത്. ഈ നാട്ടിലെ ആളുകളെ വിമർശിക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടായത്. ഏത് ഭരണാധികാരിയെ വിമർശിക്കാൻ ഈ നാട്ടിലെ സ്വാതന്ത്ര്യം ഉണ്ടായത്? രാജ്യത്ത് 6 പതിറ്റാണ്ടുകാലം ജനാധിപത്യത്തിന്റെ ഭാഗമായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഭരിച്ചുകൊണ്ടിരുന്ന സമയത്ത് നല്ലതും ചീത്തതുമായിട്ടുള്ള നിരവധി കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. പക്ഷെ ഈ നാട് മുന്നോട്ട് പോയത്, നാട്ടിൽ ജനങ്ങൾ മനസ്സമാധാനത്തോടുകൂടി കിടന്നുറങ്ങുന്ന സാഹചര്യം ഉണ്ടായത്, ഈ നാട്ടിലെ 1 ഇഞ്ച് ഭൂമി പോലും വിട്ടുകൊടുക്കാതെ ഈ നാടിനെ സംരക്ഷിച്ചുകൊണ്ട്, ഇതിന്റെ അഖണ്ഡത സംരക്ഷിച്ചുകൊണ്ട് മുന്നോട്ട് പോയത് അത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഈ നാട് ഭരിച്ചതുകൊണ്ടാണ്. ഇന്നും പ്രിയപ്പെട്ടവരെ, ഇന്നും ഈ രാജ്യത്ത് അധികാരത്തിലിരിക്കുന്ന 15-ാം വർഷത്തിലേക്ക് അധികാരത്തിലേക്ക് പോകുന്ന സംഘപരിവാറിന്റെ സർക്കാർ ഈ രാജ്യത്ത് അധികാരം കൈയാളുമ്പോഴും, ഈ രാജ്യത്തിന്റെ ഭരണഘടന തന്നെ തിരുത്തിക്കൊണ്ട് ഈ രാജ്യത്തെ ഒരു മതരാജ്യമാക്കാൻ വേണ്ടിയുള്ള അജണ്ടയുമായി അവർ മുന്നോട്ട് പോകുമ്പോഴും പ്രിയപ്പെട്ടവരെ, ഈ രാജ്യത്തെ മതന്യൂനപക്ഷങ്ങളും പാവപ്പെട്ടവരും ദളിതുകളും ഒക്കെ പ്രതീക്ഷയോടുകൂടി ഈ രാജ്യം ഒരു അനാർക്കിയായി മാറാതെ, ഇവിടെ ആഭ്യന്തര യുദ്ധമില്ലാതെ ജനങ്ങൾ ഇങ്ങനെ പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുന്നത് എന്തുകൊണ്ടാണെന്നറിയോ? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറയുന്ന പ്രസ്ഥാനം ഇന്നല്ലെങ്കിൽ നാളെ ഈ രാജ്യത്ത് അധികാരത്തിൽ വരുമെന്നൊരു പ്രതീക്ഷയുള്ളത് കൊണ്ട് മാത്രമാണ് ഈ രാജ്യം സമാധാനപരമായി മുന്നോട്ട് പോകുന്നത്.
നമ്മളിപ്പോ എല്ലാവരും അനുസ്മരിച്ചു പഹൽഗാമിലെ തീവ്രവാദി ആക്രമണം. നമ്മളവിടെ രക്തസാക്ഷികളായിട്ടുള്ള ആളുകളെ അനുസ്മരിച്ചു. നമ്മൾ പറയുന്നു നമ്മൾ രാജ്യത്തിനൊപ്പമാണ്. ഈ രാജ്യം ഒരു പ്രതിസന്ധി നേരിടുമ്പോ ഈ രാജ്യത്തെ പൗരന്മാരെ പാകിസ്ഥാനിൽ നിന്ന് കടന്നു വന്ന തീവ്രവാദികൾ വെടിവെച്ചു കൊന്നപ്പോ നമ്മൾ രാജ്യത്തിനൊപ്പമാണ്. 140 കോടി ജനങ്ങളും ഒരൊറ്റ മനസ്സോടുകൂടി, ഇന്ത്യക്കാരനെന്ന ഒരൊറ്റ മനസ്സോടുകൂടി രാജ്യത്തിനൊപ്പമാണ്. ശത്രുവിനെതിരെ ആഞ്ഞടിക്കാനാണ് കേന്ദ്ര സർക്കാരിനോട് പ്രിയപ്പെട്ട രാഹുൽ ഗാന്ധി ആവശ്യപ്പെട്ടിട്ടുള്ളത്, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആവശ്യപ്പെട്ടിട്ടുള്ളത്. ഒരു തർക്കവും ആ കാര്യത്തിൽ വേണ്ട. പക്ഷെ ഈ സമയം എന്ന് പറയുന്നത് മതപരമായി ജനങ്ങളെ ഭിന്നിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കരുത്. സംഘപരിവാറിന്റെ ഹാൻഡിലുകളിൽ നിന്ന്, സംഘപരിവാറിന്റെ പ്രൊഫൈലുകളിൽ നിന്ന് ഈ ദിവസങ്ങളിൽ പുറത്തു വരുന്ന വിഷമമിപ്പിക്കുന്ന പല വാക്കുകളും നമ്മൾ കാണുന്നുണ്ട്. ഈ രാജ്യത്ത് 20 കോടി വരുന്ന മുസ്ലിങ്ങളോട്, ഈ രാജ്യത്തെ മതന്യൂനപക്ഷ വിഭാഗങ്ങളോട് ദേശക്കൂറ് തെളിയിക്കാൻ ആവശ്യപ്പെടുകയാണ് സംഘികൾ. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, 20 കോടി ജനങ്ങൾ ഏത് സമയത്താ പറയുന്നത്? ഈ രാജ്യം പ്രതിസന്ധി നേരിടുമ്പോ 140 കോടി ജനങ്ങളും ഒറ്റക്കെട്ടായി നിൽക്കേണ്ടി വരുമ്പോ ഞാൻ ഉറപ്പിച്ചും തറപ്പിച്ചും പറയുന്നു, ഈ രാജ്യത്ത് പഹൽഗാമിൽ പാകിസ്ഥാൻ തീവ്രവാദികൾ നടത്തിയിട്ടുള്ള ആ തീവ്രവാദി ആക്രമത്തെ നിന്ദിക്കാത്ത, അതിനെ അപലപിക്കാത്ത, മനസ്സുകൊണ്ട് വെറുക്കാത്ത ഒരൊറ്റ മുസ്ലിം പോലും, 20 കോടി ഇന്ത്യൻ മുസ്ലിം പോലും ഇവിടെ ഇല്ല എന്നുള്ള കാര്യം ഉറപ്പിച്ചും തറപ്പിച്ചും പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. മുഴുവൻ ആളുകളും ഒറ്റക്കെട്ടോടുകൂടി അതിനെ എതിർക്കുകയാണ്. നേരത്തെ ബൽറാം സൂചിപ്പിച്ചു, നമ്മളെ ഭിന്നിപ്പിക്കാനുള്ള ശ്രമം നടക്കുന്നു. അവിടെ തീവ്രവാദികൾ മതം തിരഞ്ഞ ആളുകളെ വെടിവെച്ചു കൊന്നെങ്കിൽ അതിന്റെ ആഫ്റ്റർ എഫക്ട് മതം പറഞ്ഞുകൊണ്ട് ഇവിടെ ഇന്ത്യൻ പൗരന്മാരെ ഭിന്നിപ്പിക്കാൻ ശ്രമിക്കുന്നു. നമുക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റും. മതം പറഞ്ഞുകൊണ്ട് ഭിന്നിപ്പിക്കാൻ ശ്രമിക്കുക. അവിടെ ഞാൻ ചോദിക്കട്ടെ, BJP-ക്കാരാ, ഞാൻ ചോദിക്കട്ടെ, അവിടെ മതം പറഞ്ഞുകൊണ്ട് ടൂറിസ്റ്റുകളെ വെടിവെച്ചു കൊല്ലുമ്പോ ആ നിറതോക്കിനുമേൽ കടന്നു പിടിച്ചുകൊണ്ട് അരുതേ, ഇവരെ കൊല്ലരുതേ എന്ന് പറഞ്ഞൊരു ചെറുപ്പക്കാരനുണ്ട്. ആ പേര് നിങ്ങൾ മറന്നു പോരുത്. അയാളുടെ പേരാണ് ആദിൽ. ഒരു മുസ്ലിം, കാശ്മീരി മുസ്ലിം ചെറുപ്പക്കാരൻ രക്തസാക്ഷിയായി. എന്നിട്ട് മതം പറഞ്ഞ് നിങ്ങൾ ഭിന്നിപ്പിക്കാൻ നോക്കുകയാണോ? ഒരു കാര്യം പറയാം, ഇന്ത്യക്കാർ എന്ന നിലയ്ക്ക് നമ്മൾ ഒറ്റക്കെട്ടായിട്ട് ഇതിനെ നേരിടും. ഒരു തർക്കവും ഒരു സംശയവും ആ കാര്യത്തിൽ വേണ്ട. പക്ഷെ സംഘപരിവാറുകാരോട് ഞാനൊരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു. ഈ രാജ്യത്തെ 20 കോടി വരുന്ന ഇന്ത്യൻ മുസൽമാന്റെ ദേശക്കൂറിന് നിങ്ങളുടെ ആഫീസിൽ, കാര്യാലയത്തിൽ കൊണ്ടുവന്ന് സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ സൗകര്യമില്ല, മനസ്സില്ല എന്ന് പറയാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. നിങ്ങൾ സർട്ടിഫൈ ചെയ്യണ്ട.